പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. അഭിവന്യ പിതാവേ, ഏറ്റവും ബഹുമാന്യരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, രാമനാഥപുരം രൂപതയുടെ നേതൃത്വത്തിൽ രൂപതാംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് മനോഹരമായ ഈ ഒരു കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ പ്രത്യേകമായ അഭിവന്യ പിതാവിനെയും എൻ്റെ സഹപാഠി കൂടിയായ പുത്തൂരച്ഛനെയും ഈ രൂപതയിലെ എല്ലാ വൈദികരെയും നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ രൂപതയും ഇടവകകളും കുടുംബങ്ങളുമെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് പറയുക. കാരുണ്യവർഷം അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വല്ലാർപാടം പള്ളിയുടെ വാതുക്കൽ നിൽക്കുമ്പോൾ ഒരു ചേടുത്തി, ഒരു 50-55 വയസ്സ് പ്രായം കാണും. അവര് ഒരു കാറിൽ നിന്നിറങ്ങിയിട്ട് ഓടിപ്പാഞ്ഞ് പോവുകയാണ്. ഒരു ചേടുത്തിയും ഒരു സ്ത്രീയും അവളുടെ ഒക്കത്തൊരു കുഞ്ഞും കൂടി ഭിക്ഷയാചിക്കാൻ അവളുടെ മുൻപിലേക്ക് വന്ന് കൈനീട്ടി. കാറിൽ നിന്നിറങ്ങി ഓടുന്ന വഴി ഈ സ്ത്രീയെ കാണാതെ ഈ ഭിക്ഷയാചിക്കുന്ന സ്ത്രീയെ തട്ടിമറിച്ചിട്ടിട്ട് ഇവർ ഓടി ആ വാതിലിനകത്തേക്ക് കയറി. ഈ സ്ത്രീ അവിടെ മറിഞ്ഞു വീണു. ഞാൻ പെട്ടെന്ന് ഇവരുടെ അടുത്ത് ചെന്നു. അവര് തന്നെത്താൻ എഴുന്നേറ്റ് ആ കുഞ്ഞിനെ എടുത്തു. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആരോ ഈ സ്ത്രീയോട് എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു. ചെടുത്തി ഓടി അകത്ത് കയറിയിട്ട് 3 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാനും അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവർക്കൊരു ജാള്യത. അവരെന്നോട് പറഞ്ഞു, അച്ഛാ, 15ാമത്തെ കരുണയുടെ കവാടം കയറാൻ വേണ്ടി ഓടിയതാന്ന് പറഞ്ഞു. അവര് രാവിലെ മുതൽ കരുണയുടെ കവാടം കയറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാർപാടം വരാപ്പുഴ രൂപതയുടെ കരുണയുടെ കവാടമാണ്. അതെങ്ങാൻ തീരാതെ പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഭിക്ഷയാചിക്കുന്ന കുഞ്ഞും തള്ളയും തലകുത്തി വീണാലും പ്രശ്നമില്ല. നമ്മൾ അതിനകത്തൊന്ന് കയറി ഇറങ്ങിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വലിയ ധാരണ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്നോട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാരുണ്യപ്രവർത്തനങ്ങളെ പറ്റിയാണ്. കാരുണ്യപ്രവർത്തികളിൽ തന്നെ ശാരീരികങ്ങളായ കാരുണ്യപ്രവർത്തികളെ പറ്റിയാണ്. കാരുണ്യപ്രവർത്തികളെ രണ്ടാക്കി തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സഭയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ തോമസ് അക്വീനാസിന്റെ കാലഘട്ടത്തോടുകൂടിയാണ് ഇത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാരുണ്യപ്രവർത്തികളെ 2 ഘട്ടങ്ങളായിട്ട് തിരിക്കുകയും ഒരു ഭാഗത്തെ ആത്മീയങ്ങളെന്നും മറ്റൊന്നിനെ ശാരീരികങ്ങളെന്നും പറഞ്ഞ് വിളിക്കുന്നത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുമ്പോ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുമ്പോ, അല്ലെങ്കിൽ നഗ്നനെ ഉടുപ്പിക്കുമ്പോ, ഭവനമില്ലാത്തവന് ഭവനം വെച്ച് കൊടുക്കുമ്പോ, കാരാഗ്രഹത്തിലുള്ളവനെ പോയി ഞാൻ കാണുമ്പോ, പരദേശിയെ സ്വീകരിക്കുമ്പോ, മരിച്ചവനെ അടക്കുമ്പോഴെല്ലാം അത് ശാരീരികമായ കാരുണ്യ പ്രവർത്തികളാണ് എന്ന് സഭ പഠിപ്പിച്ചു. ദ കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി എന്ന് അതിനെ വിളിച്ചു. ഇത് പറയുമ്പോ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാരുണ്യ പ്രവർത്തികളെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വ്യാഖ്യാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള തിരുവചനങ്ങൾ, 37, 38, 39, 40 വചനങ്ങളിൽ ഈ 2 കാര്യങ്ങളെയും ഈശോ സമന്വയിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ നമ്മുടെ ധ്യാനത്തിന്റെ സന്ദേശമായി ഒരു വചനം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള തിരുവചനങ്ങളാണെന്ന് വായിക്കാൻ നോക്കത്. അവൻ പറഞ്ഞു, നീ എന്റെ ദൈവമായ കർത്താവിനെ
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കാരുണ്യപ്രവർത്തികളുടെ രണ്ട് കാര്യങ്ങളും ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നു ആത്മീയമായ കാരുണ്യപ്രവർത്തികളെ പറ്റി സംസാരിക്കുന്നത് പാമ്പളാനി അച്ഛനാണ്. ഇന്ന് വരുമ്പോ ശാരീരികങ്ങളായ കാരുണ്യപ്രവർത്തികൾ, ദ കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും മറ്റത് പ്രധാനപ്പെട്ടതാണെന്ന് മറ്റൊരാൾ പറയുകയും ചെയ്യുന്നതല്ല ഈശോ സുവിശേഷത്തിൽ വിഭാവനം ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി. നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ എന്നാൽ നീ പരിപൂർണ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഈ ദൈവത്തെ സ്നേഹിക്കുക, ഒപ്പം തന്നെ മനുഷ്യനെയും സ്നേഹിക്കുക. അതാണ് അതിപ്രധാനമായ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഇതിൽ ഒരെണ്ണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിൽ തന്നെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാനാവില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ധനികനായ യുവാവിനെ നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരികയാണ്. 19-ാം അധ്യായത്തിലെ ധനികനായ യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവദിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈശോയോട് ധനികനായ യുവാവ് ചോദിക്കുന്നത് എനിക്ക് സ്വർഗത്തിൽ പോണം എന്നുള്ളതാണ്. എനിക്ക് പൂർണ്ണനാകാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഈശോയുടെ ആദ്യത്തെ മറുപടി നീ ലോകത്ത് പോയി നന്മ ചെയ്യാനല്ല എന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണമെന്നോ നീ മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമെന്നോ ഈശോ പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം ഈശോ പറയുന്നു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളൊന്ന് പറഞ്ഞോ, അത് നീ പ്രമാണങ്ങൾ പാലിക്കണം. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പ്രമാണങ്ങൾ പാലിക്കണം. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്. പ്രമാണങ്ങൾ അനുസരിക്കാത്തൊരു സാമൂഹ്യ പ്രവർത്തനം സഭയുടേതല്ല എന്ന് ശാരീരികങ്ങളായ കാരുണ്യ പ്രവർത്തികളെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഒരു ചുറ്റുവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, നിയമത്തിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, സഭാത്മകതയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്നതിനായിരിക്കണം നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് നീ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി, വെള്ളായണി പരമു, ഇവരെയൊക്കെ നിങ്ങൾ അറിയുവോ? ആരാണ്? ഇവരൊക്കെ കള്ളന്മാരാണെന്നാ പറയുന്നത്. കായംകുളം കൊച്ചുണ്ണി നല്ല മനുഷ്യനാണെന്നാ പറയുന്നത്. കാരണം ഒരു വീടിന്റെ വാതിക്കൽ 2 കിണ്ടി ഇരിക്കുന്നത് കണ്ടാൽ അവിടെ നിന്നൊരു കിണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അതില്ലാത്തൊരു വീടിന്റെ വാതിക്ക വയ്ക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാശുള്ള വീട്ടിൽ കയറി അവിടെ നിന്ന് പണമെടുത്തിട്ട് അത് കൊണ്ടുപോയി കാശില്ലാത്ത ഈ വീട്ടിന്റെ ജനലിങ്ക കൂടിയിട്ടിട്ട് കായംകുളം കൊച്ചുണ്ണി പൊക്കളയും. കായംകുളം കൊച്ചുണ്ണി വിശുദ്ധനാണോ? കായംകുളം കൊച്ചുണ്ണി വിശുദ്ധനാണോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഈ എറണാകുളത്തുനിന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്ന് പറയാനാണ്.
ലോകത്തിലുള്ളവർക്ക് നിന്റെ ഇടത്തും വലത്തുമുള്ളവനിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തണമെന്ന യാക്കോബ് ശ്ലീഹായുടെ വചനങ്ങളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വരുമ്പോ എന്റെ ചോദ്യം കായംകുളം കൊച്ചുണ്ണി വിശുദ്ധനാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് കായംകുളം കൊച്ചുണ്ണി വിശുദ്ധനാകാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പള്ളിയിൽ കയറാതെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ, കുമ്പസാരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതെ, തിരുസഭയുടെ കൽപ്പനകളുടെ വഴിയിലൂടെ കടന്നു പോകാതെ, ഈ ലോകത്തിന്റെ നടുവിലൂടെ കടന്നു ചെന്ന് യേശുക്രിസ്തുവിന്റെ സാമൂഹ്യ സേവനം എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അവനെ ഒരു മിസ്റ്റർ കായംകുളം കൊച്ചുണ്ണി എന്ന് സഭയുടെ ഭാഷയിൽ നമ്മൾ വിളിക്കേണ്ടി വരും. സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സാമൂഹ്യ സേവനം എന്നാൽ നീ വിശുദ്ധ കുർബാനയിൽ നിന്നുൾക്കൊള്ളുന്ന ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ മധ്യത്തിലേക്ക് കടന്നുപോയി അവിടെ മറ്റൊരു യേശുക്രിസ്തുവാകാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോ ഒരു രൂപതയിൽ ജോലി ചെയ്യുമായിരുന്നു. ആ രൂപത ലാറ്റിൻ രൂപതയാണ്, ലാറ്റിൻ പള്ളിയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് 2-3 വർഷങ്ങൾക്കിടയിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ആ രൂപതയിലെ മെത്രാൻ അവിടെ വന്ന് കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ലത്തീൻ കുർബാനയുടെ അവസാനം അവർ പറയും, ദിവ്യപൂജ സമാപിച്ചു, സമാധാനത്തിൽ പോവുക എന്ന്. എന്നാൽ ഈ പിതാവ് എല്ലാ ദിവസവും ഇൻവേരിയബിളി എവറി ഡേ ആഫ്റ്റർ ദ ഹോളി യൂക്കറിസ്റ്റ് he will repeat the same, the mass is not ended, go and celebrate the holy eucharist. The mass is not ended, go and celebrate the holy eucharist. ദിവ്യപൂജ സമാപിച്ചിട്ടില്ല, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈ പിതാവ് പറയുമായിരുന്നു. അതാണ് കത്തോലിക്ക സഭയുടെ കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി എന്ന് പറയുന്നത്. ശാരീരികങ്ങളായ കാരുണ്യപ്രവർത്തികൾക്ക് എന്നും ഊർജം നൽകേണ്ടത് അവിടെ നിന്നാണ്. മദർ തെരേസ കുഷ്ഠരോഗിയെ, വ്രണങ്ങൾ കൊണ്ട് ബാധിച്ച പാവപ്പെട്ടവളെ, വൃദ്ധനെ വ്രണങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോ പത്രലേഖക ചോദിച്ചു, 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ പണി ചെയ്യില്ല എന്ന്. മദർ പറഞ്ഞു, 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യില്ല, എന്റെ ഈശോയെ പ്രതിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന്. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിയമങ്ങൾ പാലിക്കണം. ഒരുപക്ഷെ ഇവിടെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. അവിടെ നിന്ന് കത്തോലിക്ക സഭ എപ്രകാരം വേറിട്ടിരിക്കുന്നു ഈ കാരുണ്യത്തിന്റെ വർഷത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിയമങ്ങൾ പാലിക്കണം. എന്നാൽ ഈ ധനികനായ യുവാവ് വീണ്ടും ഈശോയോട് ചോദിക്കുന്നു. 20-ാമത്തെ വാക്യം മുതൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാണ് പറയുക. അതാണ് കത്തോലിക്ക സഭ വിഭാവനം ചെയ്യുന്ന കാരുണ്യത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധി സ്വീകരിക്കുന്നതിന്റെ, കൂദാശകളുടെ കൃപ ഉൾക്കൊള്ളുന്നതിന്റെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മനോഭാവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാരുണ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ വർഷത്തെ ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അത് നിയമങ്ങൾ പാലിച്ചതുകൊണ്ട് മാത്രമാവില്ല എന്ന് അതിന്റെ മറുവശം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. 4 ഏക്കർ പറമ്പ് വാങ്ങിച്ചിട്ട് നാട് നീളെ മതില് കെട്ടിവെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിത്യാരാധന മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല ക്രൈസ്തവീകത എന്ന് ഈശോ പുതിയ നിയമത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ പഴയ നിയമത്തിൽ നിന്ന് വിഭിന്നമായി യേശുക്രിസ്തു തിരുവചനത്തിലൂടെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ സന്ദേശം അതാണ്. ഒരുപക്ഷെ ഞാനൊരു പുരോഹിതനായി രാവിലെ കുർബാനയും ചൊല്ലി അത് കഴിഞ്ഞ് ദീപിക പത്രവും വായിച്ച് ആർക്കും ദണ്ണമില്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകണമെന്നില്ല. ദാറ്റ് ഈസ് എ സേഫർ സോൺ. അത് ഏറ്റവും പ്രായോഗികമായ ഒരു വഴിയാണ്. ഒരുപക്ഷെ 16 പ്രാവശ്യം ഞാൻ ദേവാലയത്തിൽ പോയി വിസിറ്റ് നടത്തി, 25 കരുണയുടെ വാതിലുകളും കയറി, അതിനിടയിൽ ആരെയെങ്കിലുമൊക്കെ തട്ടിമറിച്ചിട്ട് അവരുടെ നെഞ്ചത്തുകൂടി ചവിട്ടി മുന്നോട്ട് പോകാൻ ദാറ്റ് ഈസ് ഓൾസോ എ സേഫർ സോൺ. പക്ഷേ ഈശോ പറയുന്നു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ദൈവത്തിന്റെ പരിപൂർണമായ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് പറയണം. കുണ്ടുകുളം പിതാവ് നിങ്ങൾക്ക് ഏറെ സുപരിചിതനാണ്. എറണാകുളത്ത് മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷൻ എന്നൊരു കൺവെൻഷൻ ഉണ്ട്. ഇതുപോലെ ഞാൻ കത്തീഡ്രൽ ബസിലിക്ക പള്ളിയുടെ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് പിതാവ് അവിടെ ഒരു കൺവെൻഷന്റെ സമാപന സന്ദേശത്തിന് വന്നു. 4 മണിക്കാണ് സമാപനം. പിതാവ് ഒരു 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തി. 2:30 മുതൽ നായ്ക്കമ്പറമ്പിൽ അച്ഛന്റെ ആരാധന നടക്കുകയാണ് അവിടെ. പിതാവ് ആരാധനയിൽ മുഴുവൻ പങ്കെടുത്തു. ഫ്രണ്ടിൽ ഇതുപോലെ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിലിട്ടിരുന്ന ഒരു കസേരയും നീലറും അവിടെ പിതാവ് ഉണ്ടായിരുന്നു. 4 മണിക്ക് പിതാവ് സമാപന സന്ദേശത്തിന് കയറി. മറൈൻ ഡ്രൈവ് നിറഞ്ഞു തിങ്ങിയിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ. അഭിഷേകമുള്ള ആരാധന, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഒഴുകി ആരാധനയ്ക്ക് ശേഷം ധ്യാനത്തിന്റെ സമാപന സന്ദേശത്തിന് 5 ദിവസം നീളുന്ന ധ്യാനത്തിന്റെ സമാപന സന്ദേശത്തിന് പിതാവ് കയറി. പിതാവ് പറഞ്ഞു, ഞാൻ 4 മണിക്ക് ഇവിടെ വന്നാൽ മതിയായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്നു. അച്ഛൻ നടത്തിയ ആരാധനയിൽ മുഴുവൻ ഞാൻ പങ്കുകൊണ്ടു. അഭിഷേകമുള്ള ആരാധനയായിരുന്നു. ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. ഒരുപാട് രോഗശാന്തികൾ ഉണ്ടായി. ഒരുപാട് പേർക്ക് പരിശുദ്ധാത്മാഭിഷേകമുണ്ടായി. അച്ഛന് കൊടുത്ത ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മളിലെല്ലാം അനുഗ്രഹമായിട്ട് കടന്നു വന്നു. എന്നിട്ട് പിതാവ് പറഞ്ഞു, ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്, അതും ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നിട്ട് പിതാവ് പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വിവാഹം നടക്കാൻ കഴിയാത്ത 10 പേർക്ക് 1 ലക്ഷം രൂപ വീതം കൊടുത്ത് സഹായിക്കാൻ ഈ ഗ്രൗണ്ടിലിരിക്കുന്ന 10 പേരെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നുണ്ട്, അവരൊന്ന് കൈപൊക്കണം എന്ന് പറഞ്ഞു. ഗ്രൗണ്ടിൽ പരിപൂർണ നിശബ്ദതയാണ്. ചില ചേട്ടന്മാരൊക്കെ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയിൽ പിടിച്ചിരിക്കുകയാണ്. കാരണം തല ചൊറിയാൻ കൈപൊക്കിയാൽ 1 ലക്ഷം പോകും, അതാണ് പ്രശ്നം. പിതാവ് വീണ്ടും പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വിവാഹം നടക്കാത്ത 10 പെൺകുട്ടികളെ സഹായിക്കാൻ 1 ലക്ഷം രൂപ വീതം കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന 10 പേർക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം കൊടുക്കുന്നുണ്ട്, അവരൊന്ന് കൈപൊക്കണമെന്ന് പറഞ്ഞു. ആരും അനങ്ങുന്നില്ല. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെ നിന്നുകൊണ്ട് കുണ്ടുകുളം പിതാവ് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? 50 പേരുടെ നടുവ് വേദന മാറി എന്ന് പറഞ്ഞപ്പോ 500 പേര് കൈപൊക്കുന്നത് ഞാൻ കണ്ടതാണ്. 10 പേരുടെ യൂട്രസിന്റെ അസുഖം മാറി എന്ന് പറഞ്ഞപ്പോ 50 പുരുഷന്മാർ വരെ കൈപൊക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് കുണ്ടുകുളം പിതാവ് പറഞ്ഞു,
നായിക്കമ്പറമ്പിൽ അച്ഛന്റെ അടുത്ത് വരുന്ന പരിശുദ്ധാത്മാവ് ഒരു സുഖമുള്ള പരിശുദ്ധാത്മാവാണ്. കുണ്ടുകുളം പിതാവിന്റെ അടുത്ത് വരുന്ന പരിശുദ്ധാത്മാവ് ചൊറിയുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞു. There is a Holy Spirit that irritates us. There is a Holy Spirit that irritates us. നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ. അത് 4 മണിക്കൂർ ആരാധനാലയത്തിൽ കയറിയിരിക്കുമ്പോൾ വരുന്നതല്ല. ആരാധനാലയത്തിൽ കയറിയിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നിടത്തും വലത്തുമുള്ളവന്റെ കൈപിടിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനെയാണ് എ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഇറിറ്റേറ്റ്സ് അസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് അതില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പകുതി വഴിക്ക് നിൽക്കുന്നവരായി പോകും എന്ന് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായം ഈ കാരുണ്യ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള മറ്റൊരു സുവിശേഷ ഭാഗം അത് തന്നെയാണ്. അവിടെ സക്കേവൂസിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈശോയെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഈശോ എന്നും ഈ വിപ്ലവകരമായ പഠനം പുതിയ നിയമത്തിൽ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ പറയുക. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം 10 പ്രമാണങ്ങൾ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിനോ നരകത്തിനോ അർഹനാകുമെന്നാണ് പഴയ നിയമത്തിന്റെ പഠനത്തിന്റെ ആശയ സമ്പുഷ്ടതയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈശോ വിഭാവനം ചെയ്തതായിരുന്നില്ല. മലയിലെ പ്രസംഗത്തിൽ ഈശോ എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിച്ച് സംസാരിച്ചതുപോലെ വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. നിയമത്തെ മറുവ്യാഖ്യാനം കൊണ്ട് പൂർണ്ണമാക്കുന്ന ഈശോ, ആ ചിത്രങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഈശോ വിഭാവനം ചെയ്യുന്ന ഒരു സ്നേഹത്തിന്റെ സങ്കല്പം സക്കേവൂസിന്റെ ഉപമയിലൂടെ, ആ സംഭവത്തിലൂടെ ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ബൈബിൾ വ്യാഖ്യാതാക്കൾ സക്കേവൂസിന്റെ ഉപമയെ വിശദീകരിക്കുന്നത് 3-4 ഘട്ടങ്ങളായിട്ടാണ്. സക്കേവൂസിന്റെ ഉപമ, സക്കേവൂസിന്റെ സംഭവം ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോ ഈശോ ആ സംഭവത്തെ 4 അടിസ്ഥാന ഘടകങ്ങളായിട്ട് ബൈബിൾ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. 1, സക്കേവൂസിന്റെ ആഗ്രഹമാണ്. യേശുവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആദ്യ ഭാഗം. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയധികം ആളുകൾ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് യേശുവിനെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അഭിമന്യ പിതാവ് ഇതിന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു, ഒരു ദിവസമെങ്കിലും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ വഴികളില്ലാതെ കടന്നു പോകരുത്. ഒരു ദിവസം 10%
ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാതെ കടന്നു പോകരുത്. ഒരു ദിവസത്തിൽ ഈ ഇലക്ട്രോണിക് മീഡിയാസിന്റെ പുറകെ നടക്കുന്നതിനോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ തിരുവചനത്തിന്റെ വഴികളും നിങ്ങൾ പാലിക്കാതിരിക്കരുത് എന്ന്. എന്താണ് അതിനടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത്? ഈശോയെ അറിയാനുള്ള ആഗ്രഹമാണ്. സക്കേവൂസ്, ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നു, സക്കേവൂസിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത അവൻ യേശുവിനെ കാണാനുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിനെ കാണാനുള്ള വലിയൊരാഗ്രഹം അവനുണ്ടായിരുന്നു. രണ്ടാമത്തത് ആഗ്രഹിക്കുന്നവന്റെ അധ്വാനമാണ്. ആഗ്രഹിക്കുന്നവന്റെ അധ്വാനമാണ്. എനിക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ജോലി സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും വീട്ടിൽ പോകാതെ ഇവിടെ എത്തിയിട്ടുള്ളവരുണ്ട്. നിങ്ങളുടെ ഓഫീസുകളിലോ ജോലി സ്ഥലങ്ങളിലോ നിന്ന് 1-2 മണിക്കൂറുകൾ നേരത്തെ ഇറങ്ങിപ്പോന്നവരുണ്ട്. എന്താണത്? ഈശോയെ അറിയാനുള്ള ആഗ്രഹത്തിനു വേണ്ടി നമ്മൾ നടത്തുന്ന അധ്വാനമാണ് രണ്ടാമത്തത്. ആത്മീയതയുടെ വഴി എന്നാൽ അതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്റെ ഈശോയെ അറിയാനുള്ള ആഗ്രഹമാണ്. രണ്ടാമത്തെ ഘട്ടം അറിഞ്ഞവനെ അനുഭവിക്കാനുള്ള അധ്വാനമാണ്. അവിടെയാണ് മൂന്നാമത്തെ ഘട്ടം കടന്നു വരിക. സക്കേവൂസിനെ സംബന്ധിച്ചിടത്തോളം സക്കേവൂസിന്റെ അധ്വാനം എന്തായിരുന്നു? അവൻ മുമ്പേ ഓടുന്നതും സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നതുമെല്ലാം അധ്വാനമാണ്. സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നതുമെല്ലാം അധ്വാനമാണ്. നിങ്ങളിൽ ജെറുസലേമിൽ പോയിട്ടുള്ളവരുണ്ടാകും. ഹോളി ലാൻഡിൽ സന്ദർശിക്കാൻ പോകുമ്പോ അവര് സിക്കമോർ മരം നമുക്ക് കാണിച്ചു തരും. സക്കേവൂസ് കയറിയിരുന്ന മരമാണത്. എല്ലാവരും ആവേശത്തോടെ അതിൽ കയറി ഫോട്ടോ എടുക്കാറുണ്ട്. ഞാൻ 3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രാവശ്യവും അവർ കാണിച്ചു തന്നത് 3 മരമാണെന്നുള്ളതാണ് സത്യം. ഏത് മരമാണേലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അതിൽ തൂങ്ങിക്കിടന്ന് ഫോട്ടോ എടുക്കും. കാരണം നമ്മുടെ സക്കേവൂസ് അതിനകത്ത് കയറിയിട്ടുള്ളതാണ്. ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക, അവൻ മുമ്പേ ഓടുകയും മുമ്പേ ഓടി ആ മരത്തിൽ കയറിയിരുന്ന യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്ന അധ്വാനത്തിന്റെ നിമിഷത്തിൽ ആ മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നിട്ട് മുകളിലേക്ക് നോക്കി അവനെ താഴേക്ക് വിളിക്കുകയും അവനെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഈശോയാണ് മൂന്നാമത്തെ റെലം എന്ന് പറയുന്നത്. ആധ്യാത്മിക പിതാക്കന്മാര്, ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നു, ദാറ്റ് ഈസ് ദ റെലം ഓഫ് കോൺടെംപ്ലേഷൻ. ആത്മീയതയുടെ തലമാണ്. യേശുക്രിസ്തുവുമായിട്ട് അവൻ ഒന്നായിത്തീരുന്ന അവസ്ഥയാണത്. അവനും ഈശോയും ഒന്നായിത്തീരുന്ന അവസ്ഥ. പക്ഷേ ഈശോ അങ്ങനെ ഒരവസ്ഥയിൽ അവന് രക്ഷ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിപ്ലവമാണ്. പ്രിയപ്പെട്ടവരെ, സ്റ്റീഫൻ സി മർട്ടൺ എന്ന് പറയുന്ന ക്രിസ്റ്റോളജിസ്റ്റ് പറഞ്ഞു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫോർ ദ കോൺടെംപ്ലേറ്റീവ്സ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫോർ ദ കോൺടെംപ്ലേറ്റീവ്സ്. ദൈവത്തിന്റെ രാജ്യമെന്നാൽ അത് യേശുക്രിസ്തുവിന്റെ കോൺടെംപ്ലേഷനിൽ ഇരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അവർക്കുള്ളതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇത്രയേറെ ആഗ്രഹിച്ച് അധ്വാനിച്ചൊരു മരത്തിന്റെ മുകളിലിരിക്കുന്ന സക്കേവൂസ് താഴേക്ക് ഇറങ്ങി വന്നപ്പോ തന്നെ ഈശോ അവന്റെ തോളിൽ പിടിച്ചിട്ട് പറയണമായിരുന്നു, സക്കേവൂസേ, നിനക്ക് രക്ഷയുണ്ട് എന്ന്. അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ നിന്നുകൊണ്ട് ഈശോ ആദ്യം പറയണമായിരുന്നു, സക്കേവൂസേ, നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട് എന്ന്. വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നവർ പറഞ്ഞു, ആ രക്ഷ പകർന്നു കൊടുക്കുന്നത് അവൻ വീട്ടിലെത്തി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നവൻ പ്രഖ്യാപിച്ചപ്പോ, ആരുടേതെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് അവൻ ഏറ്റുപറഞ്ഞപ്പോ ഈശോയ്ക്കൊരു നിമിഷം വൈകാനുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് അവിടെ ഈശോ പ്രഖ്യാപിച്ചു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫോർ ദ കോൺടെംപ്ലേറ്റീവ്സ്.
ആക്ഷൻ ഓറിയന്റഡ് ഫെയ്ത്ത് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഭക്തി എന്ന് പറയുന്നതിനെ പുനരാഖ്യാനം ചെയ്യുകയാണ്. പുതിയ നിയമത്തിൽ പുനരാഖ്യാനം ചെയ്യുകയാണ്. നമ്മൾ ഒരിക്കലും ഒരു പഴയ നിയമത്തിന്റെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആത്മീയതയെ അളക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഈശോ തന്റെ മനസ്സിൽ വിഭാവനം ചെയ്തതും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചതും വിപ്ലവമായി ജനത്തിന് പകർന്നു കൊടുത്തതും കുരിശിലേറാൻ വരെ കാരണമായതും മറ്റൊന്നായിരുന്നില്ല. അവൻ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച ഈ മനുഷ്യന്റെ ദുരിതത്തിന്റെ മുൻപിൽ അവന് താങ്ങായും തണലായും നിൽക്കണമെന്നുള്ള ആ വലിയ സങ്കല്പത്തിന്റെ പഠനങ്ങളായിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, നമ്മൾ ആരാധിക്കുമ്പോ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോ, നമ്മൾ കുമ്പസാരിക്കുമ്പോ, നമ്മൾ കൂദാശകളിലൂടെ കടന്നു പോകുമ്പോ അവിടെ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ദ മാസ് ഈസ് നോട്ട് എൻഡഡ്. ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഹോളി യൂക്കറിസ്റ്റ്. ദ മാസ് ഈസ് നോട്ട് എൻഡഡ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാനയില്ലാത്ത, ഭക്താനുഷ്ഠാനങ്ങളില്ലാത്ത ഒരു കായംകുളം കൊച്ചുണ്ണിയുടെ ഭക്തിയല്ല ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മറിച്ച് ഈ വിശുദ്ധ ബലിയിൽ നിന്നും, വിശുദ്ധ കുംഭസാരത്തിൽ നിന്നും, വിശുദ്ധ കൂദാശകളിൽ നിന്നും, ഇക്കണ്ട ഭക്താനുഷ്ഠാനങ്ങളിൽ നിന്നുമെല്ലാം യേശു ക്രിസ്തുവിന്റെ ആത്മാഭിഷേകം സ്വീകരിച്ചിട്ട് നമുക്കെങ്ങനെ ഒരു വീട്ടിൽ, ഒരു മഠത്തിൽ, ഒരു പള്ളിയിൽ അനങ്ങാതിരിക്കാനാവും എന്ന് ചിന്തിക്കണം. അവിടെ ആത്മീയത പകുതി വഴിയിൽ വെച്ച് നിന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. യേശു ക്രിസ്തുവിന്റെ വിപ്ലവകരമായ പഠനങ്ങൾ ഒരുപക്ഷെ തുടരുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഫലം തരാത്ത അത്തിവൃക്ഷത്തെ പറ്റി സംസാരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു യജമാനനെ ഈശോ അവിടെ കൊണ്ടുവരികയാണ്. യജമാനന് ആ അത്തിവൃക്ഷത്തിന്റെ ഭാവി തീരുമാനിക്കണം. അതാണ് കാര്യം. നമുക്കൊന്ന് കേൾക്കാം. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഡിസംബർ 31-ാം തീയതി നിങ്ങളുടെയൊക്കെ ഇവിടുത്തെ പള്ളികളിലുണ്ടോ ഈ പ്രാർത്ഥനയുണ്ടോ? 31-ാം തീയതി രാത്രി മുടങ്ങാതെ വായിക്കുന്ന സുവിശേഷമാണ്. 1 വർഷം കൂടി നിന്നോട്ടെന്നാ പറയുന്നത്. 1 വർഷം കൂടി നിന്നോട്ടെ. യേശുക്രിസ്തുവിന്റെ വിപ്ലവകരമായ പഠനത്തിന്റെ പുനരാഖ്യാനം വീണ്ടും നമ്മൾ അവിടെ കാണുന്നു. യജമാനൻ മരത്തിന്റെ ചുവട്ടിൽ വന്ന് ഫലമന്വേഷിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ അവിടെ കണ്ടെത്തുകയാണ്. ഫലമില്ലെങ്കിൽ എന്തിന് ഇത് ഭൂമിയിൽ ജീവിക്കുന്നു എന്നാണ് യജമാനന്റെ ചോദ്യം. ഫലമില്ലെങ്കിലും അത് കുറച്ചുനാൾ കൂടി നിൽക്കട്ടെ എന്നല്ല കൃഷിക്കാരൻ അവനോട്, യജമാനനോട് പറയുന്നത്. ഫലമില്ലെങ്കിലും അല്പം കൂടി നിൽക്കട്ടെ എന്നല്ല പറയുന്നത്. 1 വർഷം കൂടി നമുക്കൊന്ന് നിർത്തി നോക്കാം, അത് ഫലം നൽകുമോ എന്ന് നോക്കാം. അത് ഫലം നൽകുന്നില്ലെങ്കിൽ ഈ കേസ് കെട്ടങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം എന്നാണ് പറയുക. ഈശോ സുവിശേഷത്തിന്റെ വിവിധങ്ങളായ ഭാവങ്ങളിൽ ഈ വചനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 21-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു മരം പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ കടന്നു പോകുന്നു.
മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ബലമുണ്ടാകാതിരിക്കട്ടെ. ഈ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്നാണ് പറയുക. 3 അത്തിക്കൃഷി എന്ന് പറയുന്നത് ഒരു ഇടകൃഷിയാണെന്നാണ് പറയുക. മുന്തിരിച്ചെടിയുടെ നടുവിലൂടെ അവര് പാലസ്തീനക്കാര് നടത്തിയിരുന്ന ഒരു കൃഷിയാണ് അത്തിക്കൃഷി. നിങ്ങൾക്ക് കർഷകർക്കൊക്കെ അറിയാലോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ റബ്ബറും തൈ നട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് കൊണ്ട് വേറെന്തെങ്കിലും നടും. റബ്ബർ മുകളിലേക്ക് പൊങ്ങുന്നതിനിടയ്ക്ക് ഇവൻ കായ്ച്ചു ഫലമാക്കി തന്നോളും. അത്തിക്കൃഷി ഇടകൃഷിയാണ്. 3 തരത്തിലുള്ള അത്തിമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ, ചരിത്രകാരന്മാരൊക്കെ സൂചിപ്പിക്കുക. എല്ലാ സമയവും ഫലങ്ങൾ നൽകുന്ന ഒരു തരം അത്തിവൃക്ഷം, വിന്ററിൽ മാത്രം ഫലം നൽകുന്ന ഒരു തരം അത്തിവൃക്ഷം, എയർലി റൈപ്പ് ഫിക്സ് എന്ന് പറയുന്ന അല്പം നേരത്തെ കായ്ക്കുന്ന ഫലങ്ങൾ നൽകുന്ന മറ്റൊരു തരം അത്തിവൃക്ഷം. ഈ 3 തരം അത്തിവൃക്ഷങ്ങളും നാട്ടിലുടനീളം കണ്ടെത്താനാവും. ഇതിനെപ്പറ്റി പഠിക്കുന്നവർ പറയുക, സീസൺ അല്ലാത്ത സമയത്ത് ഈശോ പോയി ഫലങ്ങൾ അന്വേഷിച്ചു എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ പ്രശ്നം ഇതാണ്, ഈശോ ഫലങ്ങൾ അന്വേഷിക്കാൻ മരത്തിന്റെ ചുവട്ടിൽ ചെന്നു എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോ ഫലങ്ങൾ കണ്ടില്ലത്രേ. ഫലങ്ങൾ കണ്ടില്ല. അത് ഇലകൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് സുവിശേഷം വ്യാഖ്യാനിക്കുക. അങ്ങനെ ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇതേ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗത്ത് ഈശോ ചെന്നപ്പോ ഈശോ വിചാരിച്ചു അവിടെ ഫലങ്ങളുണ്ട് എന്ന്. കാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുക. കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി, ശാരീരികങ്ങളായ കാരുണ്യ പ്രവർത്തികൾ. ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളെല്ലാവരും ഇലകൾ കൊണ്ട് നിറഞ്ഞവരാണ്. ഞാനും ഇലകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടാകാം. കാരണം നമ്മൾ മുടങ്ങാതെ ബലിയർപ്പിക്കുന്നു, നമ്മൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, നമ്മൾ എപ്പോഴും ദൈവവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നു. ഒരുപക്ഷെ അങ്ങനെ അല്ലാത്തൊരാളായിരുന്നു എങ്കിൽ, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഒരുപക്ഷെ ഈ ദേവാലയവുമായിട്ടോ ആത്മീയതയുമായിട്ടോ മതാത്മകതയുമായിട്ടോ സഭാത്മകമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതിരുന്നവനെ ഒരുപക്ഷെ ഇലകൾ പോലുമില്ലാത്തൊരു മരമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. ഇലകളില്ലാത്തൊരു മരമായിരുന്നു എങ്കിൽ ഈശോ ഒരിക്കലും ഫലമന്വേഷിച്ച് അതിന്റെ ചുവട്ടിൽ പോകുമായിരുന്നില്ല. എന്താ കാരണം? ദൂരെ നിന്ന് നോക്കുമ്പോഴേ നമുക്കറിയാം ഈ മരം പേട്ടാണെന്ന്. പക്ഷേ നിങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ നിൽക്കുന്ന ആ മരത്തിലേക്ക് ഞാൻ ഇവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ സംശയം തോന്നും, അതിൽ ഫലമുണ്ടോ ഇല്ലയോ, മാങ്ങയുണ്ടോ ഇല്ലയോ, അതിനകത്ത് എന്തെങ്കിലും കായ്ച്ചിട്ടുണ്ടോ ഇല്ലയോ, നമുക്കൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ളവർക്കാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം കൂടുതൽ വെല്ലുവിളി നൽകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഓരോ വിശുദ്ധ കുർബാനയർപ്പണത്തിലും ഓരോ കൗദാശിക ജീവിതത്തിന്റെ വഴികളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവീകതയുടെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈശോ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് ഇലകൾ നിറഞ്ഞൊരു ജീവിതത്തെയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, അതൊന്നോ രണ്ടോ മൂന്നോ പങ്കെടുക്കുമ്പോൾ, ഞാൻ മുടങ്ങാതെ ആഴ്ചയിലോ 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ 1 മാസത്തിലോ ഒക്കെ കടമ പോലെ കുമ്പസാരിച്ചു കൂട്ടുമ്പോ, പ്രാർത്ഥനകളിൽ, യാമപ്രാർത്ഥനകളിൽ, സഭയുടെ വിവിധങ്ങളായ പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളിൽ ഇങ്ങനെ ഇലകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
പച്ചയായൊരു മരമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. കാരണം ഈശോ അതിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നിട്ട് അറിയാതെ മേലോട്ട് നോക്കും, ഇതിൽ ഫലമുണ്ടോ എന്നറിയാൻ. അവിടെയാണ് ഈ പള്ളിയിൽ പോകുന്നവന്, ഇത്രയേറെ ആത്മീയതയുള്ളവന്, ദൈവീക കാര്യങ്ങൾ നോക്കുന്നവന്, പാരീഷ് കൗൺസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവന്, കുടുംബ യൂണിറ്റിന്റെ നേതാവായിരിക്കുന്നവന്, ജീവിതത്തിൽ രാമനാഥപുരം രൂപതയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവന് ജീവിതത്തിൽ ഫലങ്ങളില്ലെങ്കിൽ ഈശോ ഒരുപക്ഷെ ആ ജീവിതത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്ന് നോക്കിയിട്ട്, തമ്പുരാനെ ഇതിനകത്തൊന്നുമില്ലല്ലോ, ഇതങ്ങുണങ്ങിപ്പൊക്കോട്ടെ എന്നൊരു നിമിഷം ചിന്തിച്ചാൽ അവിടെ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ കണ്ട എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും, നമ്മൾ കാട്ടിക്കൂട്ടിയ എല്ലാ റിലീജിയോസിറ്റിയും അസ്ഥാനത്താകുന്നൊരു സുവിശേഷ മൂല്യം ഈശോ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവകൃപയുടെ ഉപമകളെന്നാണ്. 25-ാം അധ്യായത്തിന്റെ 3 സംഭവങ്ങളെയും നമ്മൾ വിശദീകരിക്കുക. 25-ാം അധ്യായം തുടങ്ങുന്നത് 10 കന്യകമാരുടെ ഉപമയിൽ നിന്നാണ്. അതിനെയും ഞാൻ ഈ ഫലം തരാത്ത അത്തിവൃക്ഷത്തെയും ഈ ഫലം തരാത്ത വൃക്ഷത്തെയും ഈശോ ഉണക്കിക്കളയുന്ന ശപിക്കുന്ന അത്തിവൃക്ഷത്തെയും 10 കന്യകമാരുടെ ഉപമയെയും ഒന്നിച്ചു കൂട്ടിക്കെട്ടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 10 കന്യകമാരുടെ ഉപമകൾ പറയുന്നു, നമുക്കൊന്ന് കേൾക്കാം. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കമരുകയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ. പുറത്തു വന്ന് അവനെ എതിരേൽക്കുവെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് നിങ്ങൾക്ക് സുപരിചിതമാണ്. ഒരുപക്ഷെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ 10 കന്യകമാർ ഒരു ദേവാലയത്തിൽ കയറി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തൊരു 200 പേരുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ എന്താ ഇത്ര കുഴപ്പം? ഒരു രൂപതയിലുള്ള കുറെ വിശ്വാസികളോ സന്യാസിനികളോ സമർപ്പിതരോ സന്യാസിമാരോ ആയിട്ട് തട്ടിച്ചു നോക്കിയാൽ എന്താ പ്രശ്നം? ഒരു ഭവനത്തിൽ ജീവിക്കുന്ന 4, 5, 10 പേരുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ എന്താണ് പ്രശ്നം? എല്ലാവരും ഒരുപോലെ ഇരുന്നു എന്നുള്ളതാണ്. ഒരു വേഷവിധാനത്തിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതക്രമത്തിൽ ഈ 10 പേരും ഒരുപോലെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോ വരെയായിരുന്നെന്നറിയാവോ? പാതിരാവിൽ മണവാളൻ വരുന്നത് വരെ ഈ 10 പേരെയും നിരത്തി നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇവര് 10 പേരും മണവാളൻ വരുമ്പോ വിളക്ക് കത്തിക്കാനുള്ളവരാണ് എന്നാണ്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ മണവാളൻ വരുന്ന സമയത്ത് വിളക്ക് കത്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൽ 5 എണ്ണമേ കത്തുന്നതുള്ളൂ എന്നുള്ളത്. അതാണ് യേശുക്രിസ്തുവിന്റെ റെവല്യൂഷൻ എന്ന് ഞാൻ പറയുന്നത്. ഈ 5 പേരെയും പ്രത്യേകമായിട്ട് തിരിച്ചറിയാമായിരുന്നില്ല. ഞങ്ങൾ ഇവിടെയുള്ള 25 അച്ഛന്മാരിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വേഷവിധാനം കൊണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഇവിടെ ഇരിക്കുന്ന 150 കന്യാസ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ വേഷം കൊണ്ട് ഒരുപോലെ ഇരിക്കും. നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അവർ കത്തിക്കുമ്പോ കരിന്തിരി കത്തില്ല എന്ന്. കാരണം അവർ
വേഷവിധാനത്തിൽ, ഒരുപക്ഷെ ദേവാലയത്തിൽ വരുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, അനുഷ്ഠാനങ്ങൾ അർപ്പിക്കുന്നതിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ ഇപ്പോ അണ്ടിയോടടുക്കുമ്പോഴാണ് മാങ്ങായുടെ പുളി എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മൾ ദൈവതിരുമുൻപിൽ ഇതിന്റെ കണക്കൊന്ന് വയ്ക്കേണ്ടി വരുമ്പോ ഒരുപക്ഷെ ഈ രാമനാഥപുരം രൂപതയിലുള്ള നിങ്ങളൊക്കെ കത്തിക്കുന്ന തിരികളിൽ എത്ര പേരുടേത് കരിന്തിരി കത്തിപ്പോകും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അവിടെയും കാഴ്ചയ്ക്ക് നമ്മളൊന്നാണ്. നമ്മളെല്ലാവരും കൊന്ത ധരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വെന്തിങ്ങായിട്ട് നടക്കുന്നവരാണ്. നമ്മളൊക്കെ പ്രാർത്ഥന ചൊല്ലുന്നവരാണ്. നമ്മൾ ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഈശോയ്ക്ക് വേണ്ടത് മണവാളന്റെ മുൻപിൽ പോയി നിന്നിട്ട് തിരി കത്തിക്കുമ്പോ അത് തെളിഞ്ഞു നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നവരെയാണ്. അതാണ് യേശുക്രിസ്തു പറയുക. അതാണ് അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയും ഈശോ നോക്കിയത്. അതാണ് ഫലം തരാത്ത അത്തിവൃക്ഷവും 1 വർഷം കൂടി നിൽക്കട്ടെ എന്ന് ഈശോ ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, അത് പുതിയ നിയമത്തിന്റെ വലിയ പഠനമാണ്. ഈശോ വിഭാവനം ചെയ്ത സുവിശേഷമാണത്. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കാതൽ വരുന്നത്. അവിടെയാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നതും. നീ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വിശ്വാസമുണ്ടെന്ന് മാത്രം പറഞ്ഞ് ഒരുപക്ഷെ നിന്റെ വിശ്വാസത്തെ നീ മാറ്റിക്കളയരുത് എന്ന് പറയുന്നു. യാക്കോബ് ശ്ലീഹായുടെ 2-ാം ലേഖനം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇവിടെ വിചിന്തന വിഷയമാക്കുവാണ്. തെക്കിനേടത്തച്ഛൻ വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇവിടെ വന്നത്. ഇന്റർവെല്ലില്ല എന്നുള്ളതാണത്. കുഴപ്പമില്ലല്ലോ അല്ലെ? ഇന്റർവെല്ലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വായിച്ചു. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ട്. പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഞാൻ എൻ്റെ പ്രവർത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് പറയുക. യാക്കോബ് ശ്ലീഹായുടെ അസന്നിഗ്ധമായൊരു പ്രഖ്യാപനമാണത്. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. കാരണം പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് പറയുക. കാരണം നമ്മൾ ദേവാലയത്തിൽ കയറിയിട്ട് ഈശോയെ തിരിച്ചറിഞ്ഞു എന്ന് പറയരുത്. കാരണം അതിനു മുൻപ് തിരിച്ചറിഞ്ഞ പിശാചുണ്ടെന്നാ പറയുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ഈശോയെ പറ്റിയുള്ള യഥാർത്ഥമായ ജ്ഞാനം പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുക. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറയുന്നു 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ. എന്നാൽ 8-ാം അധ്യായത്തിൽ തന്നെ പിശാച് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന്. ഒരു ഓർഡറിലാണ് ബൈബിൾ എഴുതപ്പെട്ടത് എന്നങ്ങ് വിചാരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ പത്രോസിന് ഈ വിവരം മനസ്സിലാകുന്നതിന് നേരത്തെ തന്നെ പിശാചിന് ഈ വിവരം മനസ്സിലായിട്ടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. അതുകൊണ്ട് നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് എന്റെ ദൈവത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് നീ വലിയൊരു കാര്യമായിട്ട് എടുക്കണ്ട എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുക. കാരണം വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ചു പോകേണ്ടതാണ്. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ചു പോകേണ്ടതാണ്. അവിടെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ശാരീരികങ്ങൾ കടന്നു പോകുന്നത്. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാനാവുമോ?
ഇങ്ങനെയുള്ളവൻ എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാനാവുമോ എന്നാണ് ചോദ്യം. വ്യാഖ്യാനിച്ചെടുത്താൽ ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബൈബിൾ വചനത്തെ പറ്റി. നമ്മളെല്ലാം കാണിച്ചു കൂട്ടുന്ന വിശ്വാസത്തിന് ഒരു മേന്മയുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന യാക്കോബ് ശ്ലീഹായുടെ വളരെ അസന്നിഗ്ധമായ ചില പഠനങ്ങൾ നമ്മൾ ഇവിടെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രവർത്തികളിലൂടെ വിശ്വാസത്തെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ യാക്കോബ് ശ്ലീഹ നമ്മളോട് ആവശ്യപ്പെടുന്നു. വീണ്ടും ഈശോയുടെ സുവിശേഷത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരികയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ശാരീരികങ്ങളെ ഈശോ എത്ര വിപ്ലവാത്മകമായി അവതരിപ്പിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ലൂക്കാ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനങ്ങളിൽ ധനവാനെയും ലാസറിനെയും നമ്മൾ കണ്ടെത്തുന്നു. ധനവാനെയും ലാസറിനെയും നമ്മൾ കണ്ടെത്തുന്നു. 19 മുതൽ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചു, അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലകൾക്കിടയിൽ യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ധനവാന്റെയും ലാസറിന്റെയും ഉപമ തുടരുന്നത് നമുക്ക് സുപരിചിതമാണ്. ദ ക്രിട്ടിക്കൽ പാരബിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ക്രിട്ടിക്കൽ പാരബിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയെ കുരിശുമരണത്തിന് വിധിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറയുക അവന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഉപമകൾ പറയുന്നു എന്നുള്ളതാണ്. അത് സാപത്തിൽ രോഗശാന്തി നൽകുന്ന സംഭവമാകാം. അവൻ ഉപമകൾ പറഞ്ഞു വരുമ്പോൾ അത് തങ്ങളെപ്പറ്റി പറയുന്നു എന്നവർക്ക് തോന്നിയതാകാം, എന്തുവാകാം. പക്ഷേ അവന്റെ ഉപമകളിൽ പലതും ക്രിട്ടിക്കലായിരുന്നു. വളരെ വികാരപരമായി അവൻ അവതരിപ്പിക്കാനുണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ പല പുതിയ നിയമസങ്കല്പങ്ങളും ശക്തമായ ഉപമകളിലൂടെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചവനായിരുന്നു യേശുക്രിസ്തു. ഇന്നും ഈ കാലഘട്ടത്തിലും പച്ചകെടാതെ ആ ഉപമകളെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതിന്റെ കാരണം അതാണ്. അതിലൊരു ഉപമയാണ് ധനവാന്റെയും ലാസറിന്റേതും. ദ ക്രിട്ടിക്കൽ പാരബിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് ഇതിനകത്ത് ഒരു ക്രിട്ടിക്കലായിട്ട് വന്നത്? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ ഉപമ അവർക്കേറെ പ്രശ്നമുണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. എന്താ കാരണമെന്നറിഞ്ഞോ? യഹൂദനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ അവൻ സ്വർഗത്തിൽ പോകണം, എപ്പോൾ അവൻ നരകത്തിൽ പോകണമെന്നത് കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ മോശ വഴി ദൈവം നൽകിയ 10 കൽപ്പനകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അവർ തീരുമാനിച്ചു, ആരെല്ലാം ഈ കൽപ്പനകൾ പാലിക്കുന്നുവോ അവനൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരെല്ലാം ഈ കൽപ്പനകൾ പാലിക്കാതിരിക്കുന്നുവോ അവരെല്ലാം നരകത്തിൽ പോകും എന്ന്. ഇവിടെ ഇതാ ഒരു ഉപമ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കണം, നരകത്തിൽ പോകണമെങ്കിൽ പ്രമാണങ്ങൾ നിരസിക്കണം. യഹൂദൻ മോശ നൽകിയ 10 പ്രമാണങ്ങളെ 613 നിയമങ്ങളായി ഉയർത്തി എന്നാണ് പറയുക. കൊച്ചു കൊച്ചു നിയമങ്ങളിലൂടെ അവർ നിയമങ്ങൾ വർദ്ധിപ്പിച്ചു.
വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച് ശനിയാഴ്ച വൈകിട്ട് അവസാനിക്കുന്ന അവരുടെ സാബത്തിന്റെ ദിനങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളെപ്പോലും വളരെ വിചിത്രമായി അവരവതരിപ്പിച്ചു. ഈ 613 നിയമങ്ങളിൽ 365 പോസിറ്റീവ് ലോസും നെഗറ്റീവ് ലോസും 248 പോസിറ്റീവ് ലോസുമായിരുന്നു എന്ന് പറയുന്നു. നെഗറ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ നീ ചെയ്യരുത് 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 എന്ന് പറയുന്ന നിയമങ്ങൾ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നത്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത് എന്നൊക്കെയുള്ളത് ഒരു ഭാഗത്ത് വരുന്നതാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, ഇതൊക്കെ മറുഭാഗത്ത് വരുന്നതാണ്. ഈ 613 നിയമസംഹിതകൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ? പാടത്തിന്റെ വരമ്പത്തുകൂടി ഈശോയും അപ്പസ്തോല സമൂഹവും നടന്നു പോകുമ്പോ അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. എന്തായിരുന്നു അപ്പസ്തോലന്മാര് ചെയ്ത തെറ്റ്? തിന്നു എന്നുള്ളതല്ല, അവർ കതിരുകൾ പറിച്ചു എന്നുള്ളതാണ്. കാരണം സാബത്തിൽ അധ്വാനിക്കാൻ പാടില്ല. അവർക്ക് ചെയ്യാവുന്ന ഏക കാര്യം തോറ, അവരുടെ നിയമഗ്രന്ഥം വായിക്കാം എന്നുള്ളതാണ്. ഈ നിയമസംഹിതകളെല്ലാം കൃത്യതയോടെ പാലിക്കുന്നവനുള്ളവന് ഉള്ളതാണ് സ്വർഗം. ഈ നിയമസംഹിതകളെല്ലാം കൃത്യതയോടെ പാലിക്കാത്തവനുള്ളതാണ് നരകം. അവർക്ക് ഈ ഉപമയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല. ലാസർ എല്ലാ നിയമങ്ങളും പാലിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ സ്വർഗത്തിലേക്ക് വിട്ടിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ധനികൻ നിയമങ്ങളൊന്നും പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവനെ നരകത്തിലേക്ക് വിട്ടിരുന്നെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ പാരബിളായിട്ട് ഫരിസേയന്റെ മുൻപിൽ, നിയമജ്ഞന്റെ മുൻപിൽ, യഹൂദന്റെ മുൻപിൽ മാറുമായിരുന്നില്ല. മറിച്ച് ഇവിടെ യഹൂദ സമുദായത്തിന്റെ എല്ലാ നിയമസംഹിതകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഇതാ ഒരുത്തൻ സ്വർഗത്തിലേക്ക് പോകുന്നു, മറ്റൊരുവൻ നരകത്തിലേക്ക് പോകുന്നു. എന്താ കാരണം? എന്താ കാരണം? കാരണം തിരക്കിയ നെട്ടോട്ടത്തിനിടയിൽ അവിടെ ഒരു ക്രിട്ടിക്കൽ പാരബിൾ രൂപം കൊള്ളുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റാലിയൻ ഭാഷയിൽ ഒരു നോവല് ഞാൻ കണ്ടിട്ടുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ് അതിൽ വിവരിക്കുക, ഒരു നോവലായി അവതരിപ്പിക്കുക. ഇതേ കാര്യങ്ങളാണ് പറഞ്ഞു വരിക. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളെല്ലാം വലിയ പ്രശ്നമായി തീർന്നു. എങ്ങനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്ന് അവർക്ക് അറിവില്ലാതായി. അവസാനം സെൻഹെദ്രീൻ സംഘം കൂടുന്നു. അവര് പറഞ്ഞു, ഈശോ 10 പ്രമാണങ്ങൾക്കെതിരായി സംസാരിക്കുന്നു. ഈശോ 10 പ്രമാണങ്ങൾക്കെതിരായി സംസാരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് വയോധികനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഈശോ 10 പ്രമാണങ്ങളെയും നിരാകരിക്കുകയല്ല, അവൻ 11ാമതൊരു പ്രമാണം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ 11th കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ആ നോവലിന്റെ പേരതാണ്. യേശു ക്രിസ്തുവിന്റെ 11ാം പ്രമാണം. ദ 11th കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. 10 പ്രമാണങ്ങളെയും നിരാകരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ തള്ളിക്കളയുന്നു എന്നുള്ളതല്ല ധനവാന്റെയും ലാസറിന്റെയും ഉപമയുടെ പ്രസക്തി. മറിച്ച് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് 11ാമതൊരു പ്രമാണം ഈശോ അവതരിപ്പിക്കുന്നു. നിന്റെ ഇടത്തും വലത്തുമുള്ളവനെ കണ്ണു തുറന്നു നോക്കാൻ കഴിവില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം അവകാശപ്പെടാനാവില്ല എന്നുള്ള യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ അതിശക്തമായ സന്ദേശം ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അവൻ കടന്നുപോയി. അതുകൊണ്ട്
ദാറ്റ് ബിക്കം എ ക്രിറ്റിക്കൽ പാരബിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് യേശു ക്രിസ്തുവിന്റെ വിപ്ലവകരമായ ഒരു ഉപമയായിട്ട് തീർന്നുപോയി. ഈശോ പറഞ്ഞു, ഈ ലോകത്തിന്റെ മുൻപിൽ നന്മ ചെയ്ത് കടന്നു പോകുന്നവനുള്ളവനാണ് സ്വർഗരാജ്യം. നിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ലാസറിനെ കൂടി കണ്ടുകൊണ്ട് അപ്രകാരം ജീവിക്കുന്നവനുള്ളതാണ് സ്വർഗരാജ്യം. അപ്രകാരം ജീവിക്കുന്നവനുള്ളതാണ് സ്വർഗരാജ്യം. കണ്ടു പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന നന്മയുടെ വലിയ നീതിശാസ്ത്രം ഇവിടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ വലിയ സത്യത്തിന്റെ മുൻപിൽ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം. ഈ വലിയൊരു സത്യത്തിന് വേണ്ടിയിട്ടാണ് മാർപ്പാപ്പ കാരുണ്യവർഷം പ്രഖ്യാപിച്ചത്. ഈ വലിയൊരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് മാർപ്പാപ്പ ഈ കാരുണ്യവർഷത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചത്. മാർപ്പാപ്പ റോമിലുണ്ടായിരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം ശാരീരികങ്ങളായ കാരുണ്യപ്രവർത്തികളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർശനം നടത്തി അവരോടൊപ്പം സമയം ചിലവഴിക്കുമായിരുന്നു. അത് ജയിലിലാകാം, അതൊരു ഓർഫണേജിലാകാം, അത് അഗതികളായ ആളുകൾ താമസിക്കുന്നിടത്താകാം, അല്ലെങ്കിൽ ചിലപ്പോ ദരിദ്രരെ വത്തിക്കാൻ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാകാം. യേശു ക്രിസ്തുവിന്റെ മുഖം എളിയവനിൽ കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് ഈ കാരുണ്യവർഷത്തിൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കാരുണ്യവർഷത്തെ, കാരുണ്യത്തിന്റെ പ്രവർത്തികളെ ഏറ്റവും അധികം ആധികാരികമായിട്ട് ഇന്നത്തെ ലോകത്തിന് അവതരിപ്പിച്ച കാർഡിനൽ വാട്ടർ കാസ്പർ പറഞ്ഞു, എന്താണ് കാരുണ്യ പ്രവൃത്തി? അതിന്റെ ശാരീരികങ്ങളെന്ന് പറഞ്ഞാൽ, ആത്മീയങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചറിയുന്നതാണ്. എന്താണ് ശാരീരികങ്ങളായ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൻസിബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ടുവേഴ്സ് ദ നീഡി. ആവശ്യമുള്ളവന് നേരെയുള്ള നമുക്കുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ്, നമുക്കുള്ള ഒരു ആത്മാർത്ഥതയാണ്, നമുക്കുള്ളൊരു വൈകാരികതയാണ് ഈ കാരുണ്യ പ്രവൃത്തികളിലെ ശാരീരികങ്ങൾ എന്ന് നമ്മൾ വിളിക്കുക. അത് ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചതാണ്. വിപ്ലവകരമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നതിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഒരു നിമിഷം വേണമെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരുപാട് നേരമായിരിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനായ തമ്പുരാനെ ഒന്ന് സ്തുതിക്കാമോ നമുക്ക്? ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇന്നാളൊരു ചേട്ടനോട് ഹാലേലൂയ എന്ന് പറയാൻ പറഞ്ഞപ്പോ എന്നോട് ചേട്ടൻ പറഞ്ഞു, ഞാൻ അത്ര ചീപ്പ് കരിസ്മാറ്റിക് ഒന്നുമല്ലെന്ന് പറഞ്ഞു. ഹാലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ് ഹീബ്രു ഭാഷയിൽ. ദൈവത്തെ സ്തുതിക്കുന്നത്, കർത്താവിനെ സ്തുതി പറയുന്നത്, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധകന്റെ സഞ്ചാരത്തിൽ പറയുന്നത് പോലെ നാവിങ്ങനെ അറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം ചെയ്യുന്ന ഈശോ, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധമേ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിൽ ഞങ്ങളുടെ ഈ നിമിഷങ്ങളെയും മണിക്കൂറിനെയും നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച്, എത്രയും ദയുള്ള മാതാവേ, ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിതമായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു.
വിലപിച്ചു കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടില്ലണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ ഒരുപാട് തിരുവചനങ്ങളുടെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകാനുണ്ടെങ്കിലും ഒരു കാര്യം കൂടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാന വിധിയുടെ ഭാഗമാണ്. ഒരുപക്ഷെ നമുക്കെല്ലാം സുപരിചിതമാണ് ആ ഭാഗം. എനിക്ക് തോന്നുന്നു ഈശോ തന്റെ സുവിശേഷത്തിന്റെ ആരംഭം മുതൽ ഫലം തരിക എന്നുള്ളത്, ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്, ലോകത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത് തന്റെ സുവിശേഷത്തിന്റെ തത്വമായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സ്നാപകൻ പ്രത്യക്ഷപ്പെടുന്നത് പോലും ഇത് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇപ്രകാരമാണ്: വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിലെറിയപ്പെടും. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം മനസ്സിൽ കണ്ടിരുന്നതാണ് ലോകത്തിന് നന്മ ചെയ്യാത്തവൻ ക്രൈസ്തവനല്ല എന്നുള്ള വലിയ പ്രിൻസിപ്പിൾ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. ലോകത്തിൽ നന്മ ചെയ്യാത്തവൻ, ഇടത്തും വലത്തുമിരിക്കുന്നവനിൽ ഈശോയെ കാണാൻ സാധിക്കാത്തവൻ ഈശോയുടേതല്ല, ക്രൈസ്തവികതയുടേതല്ല, സഭയുടേതല്ല എന്ന ഉറച്ച ബോധ്യം കൊടുക്കാൻ യോഹന്നാൻ മങ്ദാന മുതൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, ഈശോ തന്റെ ദൈവം അവസാന വിധി പ്രഖ്യാപിക്കുകയാണ്. 31 മുതലുള്ള തിരുവചനങ്ങളിൽ 2 ഭാഗങ്ങളെ ഇവിടെയുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ വിഷയം അവസാന വിധിയെപ്പറ്റിയായിരുന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി, അവസാന വിധിയെപ്പറ്റി, തനത് വിധിയെപ്പറ്റി, പൊതുവിധിയെപ്പറ്റിയെല്ലാം പറഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ ഇത് നമ്മൾ കാരുണ്യപ്രവൃത്തിയെപ്പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ ഈ അവസാന വിധി മാത്രം പറയുകയാണ്. അവസാന വിധിയുടെ സമയത്ത് 2 വിഭാഗം ഇതുപോലെ ഇങ്ങനെ ഇരുത്തു എന്നാ പറയുന്നത്. ഇടത്തൊരു ഭാഗം, വലത്തൊരു ഭാഗം, നടുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണവരും. 2 ഭാഗങ്ങളേ ഉള്ളൂ. ഈ 2 ഭാഗങ്ങളിൽ ഒരു ഭാഗം, ചിലർ പറയും അച്ഛന്റെ ഇടത്തല്ല ഞങ്ങളുടെ ഇടത്താണെന്ന് പറയും. ഒരു ഭാഗം നരകത്തിലോട്ടും ഒരു ഭാഗം സ്വർഗത്തിലോട്ടുമാണെന്നാണ് പറയുക. പക്ഷേ അവിടെ യേശുക്രിസ്തുവിന്റെ പഠനത്തിന്റെ വിപ്ലവത്തിന്റെ പരമകാഷ്ഠ ആ 25-ാം അധ്യായത്തിന്റെ അവസാന വിധിയിൽ നമ്മൾ കണ്ടെത്തുന്നില്ലേ പ്രിയപ്പെട്ടവരെ? വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, നീ എത്ര പ്രാവശ്യം കുമ്പസാരിച്ചു എന്നൊരു ചോദ്യം അതിലില്ല എന്ന്. നീ എത്ര തവണ കാനോന നമസ്കാരം ചൊല്ലി എന്നൊരു ചോദ്യം അതിലില്ല എന്ന്. നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ ബെനഡിക്റ്റ് 16-ാമൻ കാർഡിനൽ റാറ്റ്സിംഗർ ഇതിനെപ്പറ്റി പറയുന്നൊരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽക്കലേക്ക് കടന്നു പോകാൻ യേശുക്രിസ്തുവിനെ അറിയുക രക്ഷയുടെ മാർഗമാണ് എന്ന് പറയുന്നിടത്താണ് അദ്ദേഹം അത് പറയുക. എസ്ത്രാ എക്ലേസിയാനുള്ള സാലൂസ്, സഭയ്ക്കു പുറമേ രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നൊരു ദൈവശാസ്ത്രത്തെ 2-ാം വത്തിക്കാൻ കൗൺസിൽ വിശദീകരിച്ചു കൊടുത്തപ്പോ അനോണിമസ് ക്രിസ്ത്യാനിറ്റി എന്നൊരു വിഭാഗത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപക്ഷെ അദൃശ്യമായ വഴിയിലൂടെയെങ്കിലും യേശു ക്രിസ്തുവിനെ അറിയുന്നവനുള്ളതാണ് സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോ, നീ സഭയുടെ ആത്മീയ വഴികളിലൂടെ കടന്നു ചെല്ലുമ്പോ, അറിഞ്ഞോ അറിയാതെയോ, നേരിട്ടോ അല്ലാതെയോ യേശു ക്രിസ്തുവിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നവന് മാത്രമേ
ഈ പത്രോസ്ലീഹായുടെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കാനാവൂ എന്നൊരു പഠനം അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോഴും നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അവിടെയാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മുടെ മുൻപിൽ വെക്കുന്ന ക്വസ്റ്റ്യനെയർ. ഒന്ന് വായിക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തു ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. 44-45 വായിക്കാവോ? അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. കാരുണ്യ സങ്കല്പം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇവിടെ ഈശോയുടെ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നവനോട് ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സിയാണ്. കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നു എങ്കിൽ നിനക്ക് ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല എന്നീശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ ജീവിതത്തെ പുനരാഖ്യാനം ചെയ്തുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഈശോ തന്റെ പഠനങ്ങൾക്ക് വിരാമമിടുന്നു എന്ന് നമ്മൾ പറയണം. ഈ ലോകത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് നിന്റെ മുൻപിൽ വന്നു നിന്ന വിശക്കുന്നവൻ ഞാനാണ് എന്ന്, നിന്റെ മുൻപിൽ ദാഹത്തോടെ വന്ന് നിന്നിരുന്നവൻ ഞാനാണ് എന്ന്, നിന്റെ മുൻപിൽ കാരാഗ്രഹത്തിൽ കിടന്നിരുന്നവൻ അത് ഞാനായിരുന്നു എന്ന്, ഒരുപക്ഷെ നീ വസ്ത്രമില്ലാതിരുന്നപ്പോ വസ്ത്രവുമായിട്ട് വന്നത് ആ ഗോപാലൻ ചേട്ടന്റെ മുമ്പിലല്ല, എന്റെ മുമ്പിലായിരുന്നു എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നതാണ് ആ കാരുണ്യ പ്രവർത്തികളുടെ കാതൽ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ക്രൈസ്തവികത എപ്രകാരം ക്രമീകരിക്കണമെന്നുള്ളതിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ വലിയൊരു വിശദീകരണം ഇനി എന്താണ് ഈശോ നൽകാനുള്ളത്? ഇതിനേക്കാൾ വ്യക്തമായിട്ട് എന്താണ് ഈശോ പറഞ്ഞു തരാനുള്ളത്? എന്നിട്ടും നമ്മൾ ആരാധനാലയത്തിൽ നിത്യാരാധനയും നടത്തിയിരിക്കുകയാണോ? എന്നിട്ടും നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണോ? എന്നിട്ടും നമ്മൾ ഈ ജീവിതത്തിന്റെ ആത്മീയത എന്നാൽ യേശുക്രിസ്തുവിന് സ്തുതിയും സ്തോത്രവും മാത്രം അർപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കുത്തിപ്പിടിച്ചിരിക്കുന്നതാണോ? അല്ല. ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഹോളി യൂക്കറിസ്റ്റ്. നീ പോവുക, നീ പോയി യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ
നിനക്കൊരു ദിവസം ഒരുപാട് പ്രാവശ്യം അവസരങ്ങൾ കിട്ടിയില്ല എങ്കിൽ സ്വർഗരാജ്യം നിന്റെ മുൻപിൽ അടയ്ക്കപ്പെടും എന്നുള്ള വലിയ സന്ദേശം ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്.